ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പുലർക്കാലം ദൈവം തന്ന ചില ആലോചനകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ദൈവത്താൽ ശരണപ്പെടുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവിൽ നിങ്ങൾ സന്തോഷിപ്പിൻ. ഞാൻ പിന്നെയും പറയുന്നു, കർത്താവിൽ നിങ്ങൾ സന്തോഷിപ്പിൻ. ഈ അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതുമ്പോൾ സുവിശേഷം നിമിത്തം കാരാഗ്രഹത്തിൻ്റെ ഇരുളറയിൽ അന്ധകാരത്തിൽ അടച്ചിട്ടിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ഇതെഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ സാഹചര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കപ്പെടുന്നൊരു സാഹചര്യമല്ല. ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രതികൂല സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാകുമ്പോഴാണ് നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. പ്രതികൂലമില്ല എന്നല്ല, പ്രതിസന്ധി ഇല്ല എന്നല്ല, പക്ഷേ നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനെ ജയിക്കുന്നൊരു സന്തോഷം ദൈവം നമ്മുടെ ഉള്ളിൽ തരും. അതുകൊണ്ട് പ്രിയമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. നമുക്ക് സന്തോഷം തരാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കർത്താവിൽ സന്തോഷിക്കും. ഗോഡ് ബ്ലെസ് യു.